അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഏതൻ ഇവ ഇസ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുഞ്ഞി തോട്ട് ഒരു റീലിൽ നിന്ന് കിട്ടിയതാട്ടോ. അത് വെച്ചിട്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ പിന്നെ നല്ലവണ്ണം സംസാരിക്കുന്ന ഭാര്യയും അത് കേട്ടിരിക്കുന്ന ഭർത്താവും ഉള്ള അവരുടെ ദാമ്പത്യ ജീവിതം ഭയങ്കര സന്തോഷപ്രദമായിരിക്കും. അതായത് എന്നെ പോലെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് നിങ്ങള് ഭയങ്കര കേക്കല, എന്നാലും കുഴപ്പമില്ല. കേട്ടില്ലെങ്കിലും പുറകെ നടന്ന് പറയുന്നോണ്ട് കേൾക്കാത്ത ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേ, നമ്മള് കൊറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാലേ അന്നേരം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിവെക്കും അല്ലേ? മനുഷ്യനല്ലേ പുള്ളേ? അതെ അതെ, ഈ പുള്ളയല്ലേ പുള്ളേന്ന് പറയുന്നത് നമ്മുടെ അമ്മഞ്ഞാട്ടോ, അതായത് പപ്പയുടെ അമ്മ അല്ലേ? മുളക്കുളം ഭാഷയാണ് അതെന്നാണ് മമ്മി പറഞ്ഞത്. അവര് നല്ല വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു പേരല്ല, അങ്ങനെ വിളിക്കുന്നതാ. അപ്പൊ വിഷയത്തിലേക്ക് വരൂ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. അപ്പോഴില്ലേ കുറെ നേരം സംസാരിക്കുമ്പോ അടി വെക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അടി വെച്ച് കഴിഞ്ഞാല് അത് നമ്മള് തന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് തോന്നും എന്തിനായിരുന്നു അടി വെച്ചെന്ന് തോന്നും. അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുമല്ലോ. കാരണം അടുത്ത ആളെ എങ്ങനെ പരാജയപ്പെടുത്താന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ കുറച്ചു നേരത്തെ ചിന്ത. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു എന്തിനായിരുന്നു ഈ വഴക്ക് പിടിച്ചത് എന്നുള്ള ചിന്ത വരും. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ നമ്മൾ തന്നെ തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മൂന്നാമത് ഒരാളെ കൂട്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യം കൂടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അത് വലിയ പ്രശ്നമാകുന്നത്. കാരണം തന്നെ പറഞ്ഞു തീർത്ത ആ പ്രശ്നം അവിടെ കൊണ്ട് തീരും. എന്നിട്ട് എന്ത് ചെയ്യണം, അതേ ദിവസം തന്നെ നമ്മൾ കൂട്ടുകൂടണം. കിടക്കണതിന് മുമ്പേ എല്ലാം സോൾവ് ചെയ്യണം. എന്താന്ന് വെച്ചാല് ഇപ്പൊ എല്ലാരും ഓഫീസിൽ പോയിട്ട് കുറെ സ്ട്രെസ്സും കുറെ വർക്ക് ലോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴും ഈ വഴക്കും ബഹളവും തന്നെ ആകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഭയങ്കര മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കുമല്ലേ കിടന്നുറങ്ങുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കാണേലും രണ്ടുപേർക്കും അത് മനസ്സമാധാനം പ്രധാനമാണല്ലോ. അപ്പൊ നമ്മള് അത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോ തന്നെ ആ കാര്യം ചിലപ്പോൾ മറന്നേ പോകും. ഒരാൾ വീട്ടിലിരിക്കുവാണെങ്കിൽ അവരിങ്ങനെ അത് തന്നെ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് കുറേ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പറയാനുള്ള മറുപടികളും അങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ പണങ്ങി കാണിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ആലോചിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേനും ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും. അഥവാ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് വൈഫെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക, എന്നാലും എന്നോട് അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഒരു കുറച്ചു നേരം കഴിയുന്തോറും നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ ചുമ്മാ ആർഗ്യൂ ചെയ്തായിരുന്നു, ഇത്രേൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് വിചാരിക്കും. വൈകുന്നേരം വരുമ്പോൾ അത് എന്തായാലും പറഞ്ഞു തീർക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു എന്നെടുക്കുമായിരുന്നു അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എന്നെടുക്കുമായിരുന്നു ചോദിച്ചാൽ അതിനും ഡബിൾ മീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുവാണോ എന്നുള്ള അർത്ഥത്തിൽ ചിലരെടുക്കും അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും സുഖകരമായ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിയുമ്പോൾ ആ പിണക്കം അവിടെ തീരും. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമുക്കും വളരെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെയല്ല മെന്റലി നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകൂല. അതിന് പക്ഷെ ഞാനൊക്കെ തീരുമാനിക്കണം. നമ്മളെന്തിനും അടിപൊളിയാല് നീ മിണ്ടാതെ നടക്കും, ഞാനല്ലേ ഇതാക്കുന്നേ സോൾവ് ആക്കുന്നേ. ഞാൻ പെട്ടെന്ന് മറന്നു പോകും. പിന്നെ മറക്കോന്ന് ഓർമ്മയുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ മറന്നു പോകും. അത് സ്ത്രീകളെ പറ്റി ഒരു ചൊല്ല് വരെയുണ്ട്. എന്താ അറിയുവോ, ഒരു താരകയെ കാണുമ്പോ അത് രാവു മറക്കുന്നു. താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ കണ്ടു കഴിയുമ്പം രാത്രിയാണെന്ന് മറന്നു പോകുന്ന ഒരു ചൊല്ലുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു സന്തോഷം മതി വലിയ വലിയ വിഷമങ്ങൾ മറന്നു പോകുന്നു പറയുന്നേക്കാം. പക്ഷെ മറന്നു പോകുന്നു പറഞ്ഞാൽ അതങ്ങ് മറന്നങ്ങ് പോകുന്നല്ല, നമ്മൾ അത് പിന്നെ അതൊരു പ്രശ്നമാക്കി എടുക്കൂല. എന്താന്ന് വെച്ചാൽ നമുക്ക് അമ്നീഷ്യൊന്നും ഇല്ലല്ലോ മറന്നു പോകാൻ, മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. അത് അവിടെ ഉണ്ടാവും. വലിയ മുറിവുകളൊക്കെയാണ് അതവിടെ ഉണ്ടാകും. പക്ഷെ അത് എടുത്തു പിടിച്ച് പിന്നെ വരത്തില്ല. അത് സ്ത്രീകളുടെ പ്രത്യേകത. അപ്പം അതാണ് മെയിൻ ആയ പോയിന്റ്. ഇതാണ് അല്ലെ, പിണക്കം വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം. കിടക്കുന്നതിന് മുന്നേ തന്നെ അത് സോൾവ് ചെയ്യണം. അത്ര നല്ലത്. കാരണം നമ്മൾ കിടക്കാൻ നേരത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് ഉള്ളിൽ കിടക്കുമ്പോൾ ഉറക്കം നമ്മുടെ അങ്ങ് ശരിയാവത്തില്ല അല്ലേ. രാവിലെ എണീക്കുമ്പോഴും ആ ഫ്രഷ്നെസ് ഉണ്ടാവൂല. രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ തിരിഞ്ഞിരുന്നാല്
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ പെണ്ണുങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ടാല് അവർ ഈ വഴക്ക് വെക്കാൻ വരത്തില്ല. ഈ വഴക്ക് വെക്കാൻ വരുന്നതിന്റെ മെയിനായ കാര്യം അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അവരെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വഴക്ക് പിടിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മെയിനായ കാര്യം അതാ. ഒന്ന് കേട്ടാൽ മതി, പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് അതേന്നോ അല്ലാന്നോ ഒക്കെ പറഞ്ഞാൽ മതി. വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരു കാര്യം പറയാ, അപ്പൊ ആ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ അത് നമ്മുടെ അമ്മഞ്ഞി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അപ്പൊ അമ്മഞ്ഞി എന്ന് പറഞ്ഞാൽ മുളക്കുളത്തു നിന്ന് വന്നാണ്, അങ്ങനെ അങ്ങോട്ട് പോകരുത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, അത് പറയുക, അത് തീർക്കുക. നീ ഇപ്പം ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം നമ്മുടെ ഇതില്ലേ അപ്പുറത്തെ വീട്ടിൽ അവര് ദുബായിലാണ്, അപ്പം അവർ ദുബായിൽ നിന്ന് അവർ ഇന്ന ആഴ്ച വരും, അങ്ങനെ നമ്മൾക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം നല്ലത്. അപ്പം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. ആണുങ്ങൾക്ക് എപ്പോഴും എല്ലാം ഷോർട്ടായിട്ട് മനസ്സിലാക്കുക, ഇല്ല ഇങ്ങനെ കുറേ പരത്തി പറയുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ നേച്ചർ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ കുറച്ചും കൂടി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാ. ആണുങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊക്കെ കാര്യങ്ങൾ, കുട്ടി കുട്ടി കാര്യങ്ങൾ, ഇത് എന്ത് ഷെയർ ചെയ്യാനാ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലല്ലോ, ഇമ്പോർട്ടൻസ് ആയ കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇല്ലേ, അത് കാരണം നിങ്ങൾക്ക് പുരുഷന്മാർക്ക് അധികം പറയാനില്ല. ഞങ്ങളാണെങ്കിൽ ടൈം ഈസ് മണി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേൾക്കാത്തതുകൊണ്ടാണ് നമ്മൾ തല്ലുപിടിക്കുന്നത്. കേൾക്കുന്നുണ്ടെങ്കിലോ അതാ പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, ചുമ്മാ ഒന്ന് കേൾക്കുന്ന പോലെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോളും. അത് കഴിയുമ്പോൾ അവർക്കും ഒരാശ്വാസം. നിങ്ങളൊന്ന് അതേന്ന് പറഞ്ഞാൽ മതി. അതെ ഫഹദ് ഫാസിൽ പറയൂലേ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ചുമ്മാ കേട്ടാൽ മതി. അപ്പൊ രണ്ട് ഭാഗവും സന്തോഷത്തിൽ പോവും. നിന്റെ അഭിപ്രായത്തില് ഞാൻ നല്ലൊരു ലിസണർ ആണോ അല്ലയോ? ലിസണറൊക്കെയാണ്, എന്നാലേ നമ്മള് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നത്. നീ ലിസണർ അല്ലെങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ഇരുന്ന് കേൾക്കും. എന്നാലും അധികം ഇരുന്ന് കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ പോയിക്കോ, ഇനി വൈകുന്നേരം ബാക്കി പറയാം. പുറത്തേക്ക് പോകാനായിട്ട് നോക്കുവാണ്. അപ്പം വൈകുന്നേരം വരുമ്പോ തുടരും. ശരി എന്നാ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.